ശ്ലോമോ ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് സംസാരിക്കുന്ന വിഷയം വിശുദ്ധ ഇയ്യോബിൻ്റെ പ്രിയപ്പെട്ട 3 സ്നേഹിതന്മാരെക്കുറിച്ചാണ്. നല്ല കൂട്ടുകാർ എപ്പോഴും നന്മയെ ആഗ്രഹിക്കുന്നവരും നന്മ പ്രവർത്തിക്കുന്നവരുമാണ്. നമ്മളുടെ എല്ലാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ധാരാളം സുഹൃത്തുക്കളെ കാണാനും ഓർക്കാനും സാധിക്കും. എന്നാൽ അതിൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നാൽ നേരെ മറിച്ച് കൂട്ടുകെട്ടുകൾ വഴി പലരുടെയും ജീവിതം താളാടിയായിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തി ജീവിതത്തിലും നല്ല കൂട്ടുകാരിൽ നിന്നും നല്ല പ്രചോദനങ്ങൾ, സഹായങ്ങൾ, നല്ല ഉപദേശങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. നല്ല ഒരു ശതമാനം ആൾക്കാരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും കൂട്ടുകെട്ടുകൾ വഴിയാണ്. മോശയോടുകൂടി പ്രവർത്തിച്ചവരിൽ കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ ഈ 4 പേർ കൂടി 250 പേരെ മോശയ്ക്കെതിരായി നിർത്തി സമാഗമന കൂടാരത്തിൽ അഹ്റോനെയും മോശയെയും അവഗണിച്ച് ധൂപാർപ്പണം നടത്താനും പൗരോഹിത്യ ശുശ്രൂഷ പിടിച്ചടക്കാനും ശ്രമിച്ചു. 4 സംഘക്കാരായ കോരഹിനെയും ആബിരാമിനെയും ദാഥാനെയും ഓനെയും വിശ്വസിച്ച് അവരുടെ കൂടെ ചേർന്ന 250 പേരുടെ ജീവിതം എന്തായിത്തീർന്നു? അവസാനം ഭൂഗർത്തത്തിലേക്ക് പോകേണ്ടി വന്നു. പ്രലോഭനങ്ങൾ കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെ അധോഗതി ഭൂമിയുടെ അടിയിൽ എന്ന് കരുതുക. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ നോക്കുക. അപ്പോൾ ഇത് കാണാം. ദാവീദിൻ്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ കൂട്ടുകാരൻ തൻ്റെ ശത്രുവായിരുന്ന ശൗൽ രാജാവിൻ്റെ മകൻ യോനാഥനായിരുന്നു. ദാവീദിനെ സകല അപകടങ്ങളിൽ നിന്നും തൻ്റെ അപ്പനായ ശൗലിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് ശൗലിന് വേണ്ട എല്ലാ സഹായങ്ങളും ദാവീദിന് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് യോനാഥൻ ആയിരുന്നു. ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ യോനാഥൻ മരിച്ചപ്പോൾ ദാവീദ് ഹൃദയം പൊട്ടി കരയുന്നത് ഇപ്രകാരമാണ്: യോനാഥനേ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം ഭാര്യ സ്നേഹത്തേക്കാൾ വിസ്മയമേറിയതായിരുന്നു. 2 ശമൂവേൽ 1:26 ദാവീദ് രാജാവിൻ്റെ വിലാപം കാണാവുന്നതാണ്. ദാനിയേൽ പ്രവാചകൻ ബാബേൽ രാജ്യത്തെ അധിപതിയായിട്ട് രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് നിയമിതനായപ്പോൾ ദാനിയേൽ തൻ്റെ പഴയ സ്നേഹിതന്മാരായ ശത്രുഘ്നെയും മേശക്കിനെയും അബ്ദോനോഗിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽ വിചാരകനായി നിയമിച്ചു. ദാനിയേൽ 2:49 പറയുന്നു. ദാനിയേൽ തൻ്റെ ഹൃദയത്തിൽ സ്നേഹിതന്മാരെ എത്രമാത്രം കരുതിയിരുന്നുവെന്ന് മനസ്സിലാക്കുക. സ്നേഹിതന്മാരെ ഹൃദയത്തോട് ചേർത്ത് വച്ച് ജീവിച്ച ദാനിയേലിനെ കണ്ട ദുഷ്ടമൃഗമായ സിംഹം പോലും ദാനിയേലിനെ സ്നേഹിച്ചു. സർവോപരി കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ കുഴിമാടത്തിൽ വച്ച് കരഞ്ഞുപോയി. ലാസറിനെ കുഴിമാടത്തിൽ നിന്നും ജീവനുള്ളവനായി കർത്താവ് പുറത്തു കൊണ്ടുവന്നു. പ്രിയ സ്നേഹിതൻ മരിച്ചിട്ടും അവൻ്റെ മരണപാശങ്ങൾക്ക് യേശുതമ്പുരാൻ വിട്ടുകൊടുത്തില്ല. അത്രമാത്രം യേശുമിശിഹ ലാസറിനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇയ്യോബിൻ്റെ അടുത്ത സ്നേഹിതന്മാർ തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫ.
ഇയ്യോബിനെ എന്നെ കേൾക്കുന്നവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇയ്യോബിനെക്കുറിച്ച് കൂടുതലായി ഞാൻ പരാമർശിക്കുന്നില്ല. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു ഇയ്യോബ്. ഇയ്യോബിന് ഉണ്ടായ ദുഃഖകരമായ കഷ്ടതകളെക്കുറിച്ച് കേട്ടപ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ 3 പേരും കൂടി ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി ഇരുന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇയ്യോബിൻ്റെ അടുക്കൽ വന്നു. ആദ്യമായി ഇയ്യോബിനോട് സംസാരിക്കുന്നത് തേമാന്യനായ എലീഫസ് ആണ്. ഇയ്യോബ് ഈദും വംശത്തിൽ പെട്ട ഇയ്യോബ് ഈദും വംശത്തിലെ രാജവംശത്തിൽപ്പെട്ട ഒരു ധനാഠ്യനായിരുന്നു. ഈദും വംശമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ യോർദാനിലുള്ള ഒരു വംശമാണ്. യോർദാനികൾ എന്ന് പറയുന്നത് ഈദൂമ്യർ, അമ്മോന്യർ, ഏദോമ്യർ, ഈ 3 വംശങ്ങളാണ് പ്രധാനമായിട്ട് യോർദാനിലുള്ളത്. തേമാന്യ എന്ന സ്ഥലം യോർദാൻ്റെയും അറേബ്യയുടെയും അതിരാണ്. ആ സ്ഥലത്ത് നിന്ന് വന്നതായതുകൊണ്ട് തേമാന്യനായ എലീഫസ് എന്ന് വിളിക്കുന്നു. സ്നേഹിതന്മാർ ഇയ്യോബിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ വയ്യാത്തവണ്ണം ഇയ്യോബിൻ്റെ ശരീരം രോഗത്താൽ വിരൂപമായിരുന്നു. ഇത് കണ്ടപ്പോൾ കൂട്ടുകാർ വാവിട്ട് കരഞ്ഞ് തങ്ങളുടെ വസ്ത്രങ്ങളെ കീറി തലയിൽ പൊടിമണ്ണ് വാരിയിട്ട് ഇയ്യോബിൻ്റെ സങ്കടത്തിലും കഷ്ടതയിലും പങ്കുചേർന്നു. 7 ദിവസം ഈ 3 പേരും ഒരക്ഷരം പോലും സംസാരിക്കാതെ ഇയ്യോബിൻ്റെ അടുക്കൽ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ എലീഫസ് ഇയ്യോബിനെ ഉപദേശിച്ചു തുടങ്ങി. ഇയ്യോബിൻ്റെ അധ്യായങ്ങൾ 4, 5, 15, 22 ഈ 4 അധ്യായങ്ങൾ മുഴുവനും എലീഫസിൻ്റെ ഉപദേശങ്ങളാണ്. പ്രധാനമായിട്ട് എലീഫസ് ഇയ്യോബിൻ്റെ മുമ്പിൽ നിരത്തിവെക്കുന്ന കാരണങ്ങൾ: 1 ഇയ്യോബിൻ്റെ അന്യായങ്ങൾ, 2 ദൈവത്തിൻ്റെ കോപം. ഇതിന് പരിഹാരമായി ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടാൻ എലീഫസ് ആവശ്യപ്പെടുന്നു. എലീഫസ് ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുതു കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. 4-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. വീണ്ടും എലീഫസ് പരിഹാരമാർഗം ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ വിടുവിക്കും. 22-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ ഇയ്യോബ് ഇതെല്ലാം കേട്ടിട്ട് എലീഫസിൻ്റെ ഉപദേശത്തെ മുഖവിലയ്ക്ക് പോലും സ്വീകരിച്ചില്ല, തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എലീഫസ് അറിയേണ്ട രീതിയിൽ ഇയ്യോബിനെ അറിഞ്ഞിരുന്നില്ല. പൂർവിക നിയമങ്ങളെക്കുറിച്ചും ദൈവകോപത്തെക്കുറിച്ചും ഇയ്യോബിൻ്റെ അന്യായങ്ങളെക്കുറിച്ചും പറയുന്നു. യാതൊരു തെറ്റും ചെയ്യാതെ ദൈവസന്നിധിയിൽ നേരുള്ളവനായി ജീവിച്ചിരുന്ന ഇയ്യോബിനെ മനസ്സിലാക്കാൻ എലീഫസിന് സാധിച്ചില്ല. നമ്മുടെ സ്നേഹിതന്മാരിൽ പലരും എലീഫസിനെ പോലെ ആണ്. യഥാർത്ഥത്തിൽ നമ്മളെയും നമ്മുടെ നിലപാടിനെയും പ്രശ്നങ്ങളെയും പഠിക്കാതെ നമ്മുടെ പേരും പ്രതാപവും പണവും കണ്ടിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമുക്ക് നന്മയും ഉയർച്ചയും വന്നാൽ അത് കൂട്ടുകാരൻ്റെ ബുദ്ധിയുടെയും ഉപദേശത്തിൻ്റെയും മഹിമ കൊണ്ടാണ് എന്ന് പറയും. എന്നാൽ നമ്മൾ വീണ് തകർന്നു പോകുമ്പോൾ അവർ പറയും അത് നിന്റെ പാപദോഷങ്ങൾ കൊണ്ട്, ശാപം കൊണ്ട്, ദൈവകോപം കൊണ്ട് എന്നുള്ള കാരണങ്ങൾ നിരത്തിവെച്ച് അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. എലീഫസ് ഇയ്യോബിനെ കൺവിൻസ് ചെയ്യാൻ പരിശ്രമിച്ചു. പക്ഷേ ഇയ്യോബ് തൻ്റെ വലിയ ദുരന്തത്തിലും തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു. എലീഫസിൻ്റെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞു. 2-ാമത്തെ സ്നേഹിതൻ ശൂഹ്യനായ ബിൽദാദ്. ശൂഹ്യ എന്ന സ്ഥലം ഇന്നത്തെ സിറിയയുടെയും യോർദാൻ്റെയും അതിരുകളോട് ചേർന്ന് കിടക്കുന്ന സിറിയയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട്
ശൂഹ്യനായ ബിൽദാദ് എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. ബിൽദാദും ഇയ്യോബിനോട് സംസാരിച്ചിരിക്കുന്നത് ഇയ്യോബിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പാപത്തെക്കുറിച്ചാണ്. ഇയ്യോബിൻ്റെ 8-ാം അധ്യായം മുഴുവനും ബിൽദാദിൻ്റെ ഉപദേശമാണ്. 8:2 പറയുന്നത് ഇപ്രകാരമാണ്: എത്രത്തോളം നീ ഇങ്ങനെ സംസാരിക്കും, നിന്റെ വായിലെ വാക്കുകൾ വൻ കുറ്റം പോലെ ഇരിക്കും. അതുകൊണ്ട് അനുദപിച്ച് ദൈവശിക്ഷയെ മാറ്റി എടുക്കുക. അപ്പോൾ ദൈവം നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു. സത്യത്തിൽ ബിൽദാദ് യഥാർത്ഥമായി ഇയ്യോബിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ മറ്റാർക്കും വാചാകർമ്മണ ഒരു പാവം ചെയ്യാത്ത ഇയ്യോബിനെ കുറ്റക്കാരനായി വിധിയുടെ തുലാസിൽ നിർത്തുകയില്ലായിരുന്നു. നമ്മുടെ കൂടെയുള്ള പല സ്നേഹിതന്മാരും ഈ ബിൽദാദിനെ പോലെ ദുഃഖങ്ങളിലും വീഴ്ചകളിലും ഓരോ ഉപാധികൾ പറഞ്ഞ് കൈമലർത്തുന്നവരാണ്. ശൂഹ്യനായ ബിൽദാദിൻ്റെ ഉപദേശങ്ങളെ ഒന്നുപോലും കണക്കിലെടുക്കാതെ ഇയ്യോബ് നിരസിച്ച് തള്ളിക്കളഞ്ഞു. കാരണം ഇയ്യോബിന് നല്ല ബോധ്യമുണ്ട്, തൻ്റെ ജീവിത പുസ്തകം ദൈവസന്നിധിയിൽ തുറന്നു കിടക്കുന്നു. ദൈവം അറിയാത്ത ഒരു രഹസ്യവും ഇയ്യോബിനുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ എന്ന സമർപ്പണ ചിന്തയിൽ ഉറച്ചു നിന്നുകൊണ്ട് ബിൽദാദിനെ ഇയ്യോബ് ഒഴിവാക്കി. 3-ാമത്തെ സ്നേഹിതൻ നയമാത്യനായ സോഫർ ആണ്. നയമയിൽ എന്ന സ്ഥലം അറേബ്യയിലുള്ളതാണ്. നയമയിൽ നിന്നുള്ളവനാകൊണ്ട് നയമാത്യനായ സോഫർ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. മറ്റു 2 സ്നേഹിതന്മാരും ഉപദേശിച്ചത് തന്നെയാണ് സോഫർ പറഞ്ഞത്. ഇയ്യോബിൻ്റെ 11-ാം അധ്യായം മുഴുവനും സോഫറിൻ്റെ ഉപദേശമാണ്. ദുഷ്ടന്മാർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. ആയതിനാൽ ദുഷ്ടത വിട്ട് അകന്ന് ദൈവത്തോടെ അടുത്ത് ചെല്ലുക എന്നാണ് സോഫർ ഉപദേശിക്കുന്നത്. 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ സോഫർ പറയുന്നത് കേൾക്കുക. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. യോബ് മറ്റൊരു 2 സ്നേഹിതന്മാരെ അവരുടെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞതുപോലെ തന്നെ സോഫറിൻ്റെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞു. ഈ 3 പ്രിയപ്പെട്ട സ്നേഹിതന്മാരുടെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞ ഇയ്യോബിൻ്റെ അടുക്കലേക്ക് വളരെ ചെറുപ്പക്കാരനും മനഃശാസ്ത്ര വിദഗ്ധനും ദൈവഭക്തനുമായ ഏലീഹു എന്നൊരാൾ കടന്നു വരുന്നു. ഏലീഹു ഇയ്യോബിൻ്റെ സ്നേഹിതൻ അല്ലായിരുന്നു. എന്നാൽ ദൈവഭക്തനായ ഇയ്യോബിൻ്റെ കഷ്ടതയും ആ കഷ്ടതയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് 3 പ്രിയപ്പെട്ട സ്നേഹിതന്മാരുടെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ അറിഞ്ഞുകൊണ്ടാണ് ഏലീഹു ഇയ്യോബിൻ്റെ മുമ്പിൽ വരുന്നത്. ഏലീഹു ആ 3 പേരുടെ നേരെ കോപം കൊണ്ട് ജ്വലിച്ചു. അവരുടെ തെറ്റായ ഉപദേശത്തെക്കുറിച്ചാണ് ഏലീഹു അവരോട് ദേഷ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഇയ്യോബിനോടും ഏലീഹു കോപിക്കുകയാണ്. കാരണം 32-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഏലീഹു എടുത്തു കാണിക്കുന്ന ഇതാണ്: ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിൻ്റെ നേരെ അവൻ്റെ കോപം ജ്വലിച്ചു. അപ്പോൾ ഇയ്യോബിൻ്റെ കുറവെന്തായിരുന്നു? ഇയ്യോബ് ദൈവത്തെക്കാൾ കൂടുതൽ തന്നെ നീതീകരിച്ചു എന്നാണ്. 34-ാം അധ്യായം മുഴുവനും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ഏലീഹു സംസാരിക്കുന്നതും വ്യക്തമാക്കുന്നതുമാകുന്നു. 35-ാം അധ്യായത്തിൽ ഇയ്യോബിൻ്റെ സ്വയനീതീകരണം എടുത്ത് കാണിക്കുന്നു. ഇയ്യോബ് ദൈവസന്നിധിയിൽ ദുഷ്ടതയോ അകൃത്യമോ ചെയ്തതായി പറയുന്നില്ല. മറ്റു സ്നേഹിതന്മാർ നിരത്തിവെച്ച ഒരു കുറ്റവും ഏലീഹു ഇയ്യോബിൽ കാണുന്നില്ല. ഏലീഹു ഇയ്യോബിനോട് സംസാരിക്കുന്നത് പ്രകാരമാണ്. 35-ാം അധ്യായം 1-ാം വാക്യം: എൻ്റെ നീതി ദൈവത്തിൻ്റേതിലും കവിയും എന്ന് നീ പറയുന്നു.
ഇത് ന്യായമാണോ എന്ന് നിരൂപിക്കുന്നുവോ എന്നാണ് ഇയ്യോബിനോട് ചോദിച്ചത്. ഇയ്യോബിലെ ചിന്ത ദൈവത്തിൻ്റെ നീതിയെ കവിയുന്നതാണ് തൻ്റെ നീതി എന്ന് ഇയ്യോബ് വിശ്വസിച്ചുപോയി. ഏതോ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരിക്കലും ആർക്കും ദൈവത്തെ പോലെയോ ദൈവത്തെക്കാൾ ഉപരി ശ്രേഷ്ഠനോ ആകാനോ സാധിക്കുകയില്ല. ഇത് ദൈവമുമ്പാകെയുള്ള ഒരു വലിയ കുറവാണ് എന്ന് ഏലീഹു വിശുദ്ധനായ ഇയ്യോബിനെ ഉപദേശിക്കുന്നു. ഏലീഹുവിൻ്റെ ഉപദേശത്തെ ഇയ്യോബ് ആദരിച്ചു, ബഹുമാനിച്ചു, സ്വീകരിച്ചു. ദൈവസന്നദ്ധിയിൽ ഇയ്യോബ് തൻ്റെ കുറവ് മനസ്സിലാക്കി അനുദപിച്ച് ദൈവത്തോട് ഏറ്റുപറയുന്നത് കേൾക്കുക. 42:4 ഈ സമയം വരെ ഞാൻ പൂർണ്ണമായി നിന്നെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തെ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നു. ഏലീഹുവിൻ്റെ ആത്മാവിൽ നിന്നുള്ള ഉപദേശം മുഖാന്തരം ഇയ്യോബ് കൂടുതൽ ദൈവത്തോട് അടുക്കുകയും ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത് മുഖാന്തരം ദൈവം ഇയ്യോബിനോട് സംസാരിക്കുകയും ഇയ്യോബിനെ കൂടുതലായി ദൈവം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സർവോപരി ദൈവം ഇയ്യോബിനെ സകല അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുകയും അവൻ്റെ കുടുംബത്തെ തിരിച്ചു കൊടുക്കുകയും സ്വത്തുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ ദൈവം ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരോട് അരുൾ ചെയ്തത്, നിങ്ങളുടെ പോഷത്തരമായ ഉപദേശത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് 7 കാളയെയും 7 ആട്ടുകുറ്റന്മാരെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങൾക്ക് വേണ്ടി ഇയ്യോബ് ഹോമയാഗം കഴിക്കട്ടെ. ഇയ്യോബിൻ്റെ ബലി മുഖാന്തരം നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മുഖാന്തരവും നിങ്ങളുടെ മൂഢതയ്ക്ക് പരിഹാരം ലഭിക്കും. ഇയ്യോബിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്നേഹിതന്മാരോട് ദൈവം കരുണ ചെയ്തു. ഇവിടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി ബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ വിശുദ്ധ കുർബാനകളും പ്രാർത്ഥനകളും കൈക്കൊള്ളും. അതുപോലെ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ആത്മനിറവുള്ള നല്ല കൗൺസിലിംഗ് നടത്തി അവരുടെ ഉപദേശം നേടണം. അതുപോലെ വളരെ ദൈവസ്നേഹമുള്ളവരും അർപ്പണബോധമുള്ളവരും വിശ്വസ്തരുമായ വ്യക്തികളായിരിക്കണം നമ്മുടെ സ്നേഹിതന്മാർ. വഴിയെ പോകുന്നവരെയൊന്നും സ്നേഹിതരായിട്ട് കണ്ടുപിടിക്കരുത്. BC 600 സിസിലി ദ്വീപിൽ സിറക്യൂസ് എന്ന പട്ടണത്തിൽ ഡയോനിഷ്യസ് എന്നൊരു ക്രൂര രാജാവുണ്ടായിരുന്നു. രാജാവ് ഒരിക്കൽ ആ ദേശത്തിലെ ഡേമൻ എന്ന ഒരു തത്വജ്ഞാനിയെ മരണശിക്ഷയ്ക്ക് തീർപ്പാക്കി. ആ സാധുവായ ഡേമൻ്റെ ഭാര്യയും മക്കളും വളരെ ദൂരെയാണ് പാർത്തിരുന്നത്. അതിനാൽ അവരെ കണ്ട് വിട പറഞ്ഞു പോയി മടങ്ങി വരാൻ അവസരം ചോദിച്ചു. രാജാവ് തത്വജ്ഞാനി മടങ്ങി വരാത്ത പക്ഷം അവൻ്റെ പേർക്ക് മരിപ്പാൻ ആരെങ്കിലും ഉടമ്പടി ചെയ്താൽ അനുവാദം നൽകാമെന്ന് കൽപ്പിച്ചു. തനിക്കായി ഈ വിധം ജാമ്യം നിൽപ്പാൻ ആരും ഉണ്ടാകില്ല എന്ന് തത്വജ്ഞാനി അറിഞ്ഞിട്ടും തൻ്റെ കുടുംബത്തെ ഒന്നുകൂടി കാണാമെന്നുള്ള ആശ വെടിഞ്ഞു. എന്നാൽ ഡേമൻ്റെ ഉറ്റ സ്നേഹിതനായ പീത്തിയാസ് അത് കേട്ടിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഡേമന് വേണ്ടി ജാമ്യം നിൽക്കുകയും അവന് പകരം താൻ തന്നെ തടവിൽ ഇരിക്കുകയും ചെയ്തു. എന്നാലോ ഡേമൻ്റെ യാത്രയിൽ കാലാവസ്ഥ മുഖാന്തരമുണ്ടായ തടസ്സം അവൻ്റെ തിരിച്ചുവരവിന് കുറേ കാലതാമസമുണ്ടായി. ഒടുവിൽ ഡേമനെ കൊല ചെയ്യുവാനുള്ള ദിവസം വന്നു. രാജാവ് അന്ന് രാവിലെ കാരാഗ്രഹത്തിൽ ചെന്ന് പീത്തിയാസിനോട്, നിന്റെ സ്നേഹിതൻ്റെ പേർക്ക് ജാമ്യം നിന്നതിനാൽ നീ കാട്ടിയ പോഷത്വം നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലയോ എന്ന് ചോദിച്ചു. പീത്തിയാസ് ഉത്തരമായിട്ട് രാജാവിനോട്, തൻ്റെ സ്നേഹിതൻ്റെ ജീവൻ തൻ്റെ ജീവനേക്കാൾ വിലയേറിയതാകൊണ്ട് അവന് വേണ്ടി മരിപ്പാൻ ഞാൻ സന്തോഷപൂർവ്വം ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. സമയമായപ്പോൾ ഉദ്യോഗസ്ഥന്മാരും സേവകന്മാരും വന്ന് പീത്തിയാസിനെ കൊലക്കളത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ആ കാഴ്ച കാണാൻ രാജാവും കൂടി എഴുന്നള്ളിയിരുന്നു. കൊലക്കളത്തിൽ എത്തിയ ഉടനെ
പീത്തിയാസ് അവിടെ കൂടിയിരുന്ന ജനം സമൂഹത്തോട് പറഞ്ഞത്, എൻ്റെ സ്നേഹിതനായ ഡേമൻ ക്ഷണത്തിൽ ഏത് സമയത്ത് ഇവിടെ എത്തും. അവൻ്റെ വരവിൻ്റെ താമസം കടൽ യാത്രയിൽ വച്ചു വന്ന പ്രതികൂലമായ കാറ്റ് മുഖാന്തരമായിരിക്കും. എങ്കിലും 2 ദിവസമായി കാറ്റ് അനുകൂലമായിരിക്കിയാൽ എൻ്റെ വിശ്വസ്ത സ്നേഹിതൻ ക്ഷണത്തിൽ ഇവിടെ എത്തിച്ചേരും. എന്നാൽ അവൻ്റെ ജീവൻ രാജ്യത്തിനും കുടുംബത്തിനും സ്നേഹിതന്മാർക്കും ആവശ്യമായിരിക്കുന്നതിനാൽ എൻ്റെ ജീവനെ അവന് പകരം കൊടുപ്പാൻ ഞാൻ സന്തോഷത്തോടെ ഒരുങ്ങിയിരിക്കുന്നു. ആയതുകൊണ്ട് കൊലയാളികളെ, നിങ്ങളുടെ പ്രവൃത്തി വേഗത്തിൽ നടത്തിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് തൂക്കുമരത്തിലേക്ക് കയറി. ഉടനെ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു, പീതിയോസിനെ കൊല്ലരുത്, കൊല്ലരുത്, ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചീറിപ്പാഞ്ഞ് വന്ന കുതിര പുറത്തു നിന്നും ചാടി ഇറങ്ങി ഡേമൻ തൂക്കുമരത്തിലേക്ക് ചെന്ന് പീതിയോസിനെ കഴുകുമരത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഡേമൻ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രാജാവ് ഉടനെ തന്റെ പീഠത്തിൽ എഴുന്നേറ്റ് ഡേമനെ കൊല്ലരുത് എന്ന് കൽപ്പിച്ചിട്ട് രാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കൽപ്പിച്ചത് ഇപ്രകാരമാണ്: അതുല്യ സ്നേഹിതരെ, ജീവിപ്പീൻ, ജീവിപ്പീൻ. സ്നേഹം എന്ന ശ്രേഷ്ഠ സുഹൃതത്തെ കണ്ടുപഠിപ്പാൻ തക്കവണ്ണം ഈ രാജ്യത്തിൻ്റെ അഭിമാനപാത്രമായി ഡേമനും പീഥിയോസും നിങ്ങൾ ജീവിച്ചിരിക്കട്ടെ, നീണാൾ ജീവിച്ചിരിക്കട്ടെ എന്നായിരുന്നു അവരെ 2 പേരെയും രാജാവ് ആശ്ലേഷിച്ചത്. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവനെ നൽകുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. കർത്താവായ യേശു തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചത് അവിടുത്തെ ജീവനെ നൽകിയാണ്. അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീനെന്നാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:13 ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തു അരുൾ ചെയ്യുന്നു: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്ന കർത്താവിൽ സ്നേഹപൂർവം പുത്തൂർക്കുടിൽ അച്ഛൻ.